Hello everyone. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് ഇസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. നീറ്റ് 2020 വരാനുള്ള പേര് നമുക്ക് റാങ്ക് പറയുന്നത് 3075 വരെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സം ബേസിക് കോൺസെപ്റ്റ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. നമ്മൾ 20th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ പോകുന്നത് 21st ക്വസ്റ്റ്യനോട്. എന്താണ് 21st ക്വസ്റ്റ്യൻ? The following data are obtained when dinitrogen and dioxygen react together to form different compounds. ഇപ്പൊ നമുക്ക് ഡൈനൈട്രജനും ഡൈഓക്സിജനും കൂടെ കമ്പയർ ചെയ്ത് പല കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നു പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം മാസ് ഓഫ് ഡൈനൈട്രജൻ എത്ര 14 ഗ്രാം തന്നിരിക്കുന്നു. പിന്നെ ഓക്സിജന്റെ 16 തന്നിരിക്കുന്നു. പിന്നെ 14, 32, 28, 32, 28, 18. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇസ് ഒബേഡ് ബൈ ദി എക്സ്പെരിമെന്റൽ ഡാറ്റ? ഗിവ് ഇറ്റ് സ്റ്റേറ്റ്. അതിനകത്ത് ഏത് കെമിക്കൽ കോമ്പിനേഷന്റെ ഏത് ലോ ആണ് ഇത് ഒബേ ചെയ്യുന്നതാണ് ചോദിക്കുക. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കിയാല് ആദ്യത്തെ രണ്ട് നോക്കിയാല് അതിനകത്ത് രണ്ടിലും മാസ് ഓഫ് ഡൈനൈട്രജൻ എന്ന് പറയുന്നത് 14 ഗ്രാം ആണ് അല്ലേ? 14 ഗ്രാം ഓഫ് N2 രണ്ടെണ്ണം. അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു? ഫസ്റ്റ് 16 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. പിന്നെ 32 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ കാണാൻ പറ്റുമോ? അപ്പൊ നമ്മളിവിടെ 14 ഗ്രാം നൈട്രജന്റെ വെയിറ്റ് കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ ആ 14 ഗ്രാം നൈട്രജൻ ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്? 16 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, 32 ഗ്രാം ഓക്സിജനായിട്ടും കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അവിടെ ഓക്സിജൻ നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ റേഷ്യോ എടുത്താൽ 16/32 വരും. അതായത് 1:2 റേഷ്യോ വരുന്നു. ഓക്കെ, അതേപോലെ തന്നെ 28 ഗ്രാം ഓഫ് നൈട്രജൻ അടുത്ത രണ്ട് ക്വസ്റ്റ്യനിൽ 28 ഗ്രാം ഓഫ് നൈട്രജൻ ആണ് എടുക്കുന്നത്. അതിലോട്ട് കമ്പയർ ചെയ്യുന്നു. 32 ഗ്രാം ഓക്സിജൻ ഉണ്ട്, 80 ഗ്രാം ഓക്സിജൻ ഉണ്ട്. ഇവിടെയും എന്താണ് 28 ഗ്രാം ഓഫ് നൈട്രജൻ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്? 32 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്, 80 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് 28 ഗ്രാം നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ റേഷ്യോ എടുത്താൽ 32/80 വരും. 8 വെച്ച് ചെയ്താൽ 21/4. 2/5 വരും അല്ലേ? ഇവിടെ നോക്കുമ്പോ ഇവിടെ ഇത് ഫോളോ ചെയ്യുന്ന എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? ഒരേ എലമെന്റ്സ് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഒരേ എലമെന്റ്സ് എന്താണ് whenever two same elements forms more than one compound. ഒരേ എലമെന്റ്സ് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു എലമെന്റിന്റെ ഫിക്സ്ഡ് മാസ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന മറ്റേ എലമെന്റിന്റെ മാസിന്റെ റേഷ്യോ എടുത്താൽ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതാണ് പറയുന്നത്. മോർ ദാൻ വൺ കോമ്പൗണ്ട്, the different masses of one element they combine with the same mass of the other element. Are in simple whole number ratio. അല്ലേ? ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ കോമ്പൗണ്ടിൽ 28 ഗ്രാം നൈട്രജൻ 32 ഗ്രാം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. രണ്ടാമത്തെ 28 ഗ്രാം നൈട്രജൻ 80 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ എന്താ നൈട്രജനും ഓക്സിജനും ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അതിനകത്ത് 28 ഗ്രാം ഓഫ് നൈട്രജനായിട്ട് ആരൊക്കെ കമ്പൈൻ ചെയ്യും? 32 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്യും, 80 ഗ്രാം ഓക്സിജൻ കമ്പൈൻ ചെയ്യും. അപ്പം ഒരേ മാസുള്ള എലമെന്റ് ആയിട്ട് ഇവിടെ എടുത്തേക്കും നൈട്രജൻ ഉണ്ട്, വേറെ വേറെ മാസുള്ള മറ്റേ എലമെന്റ് ആയിട്ട് എടുക്കുന്ന ഓക്സിജൻ. ആ ഓക്സിജന്റെ മാസിന്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ.
ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ദി ഫോളോയിങ് കൺവേർഷൻസ്. ഇപ്പൊ കൺവേർഷനാണ് ക്വസ്റ്റ്യൻ. ആദ്യം 1 കിലോമീറ്റർ എത്ര മില്ലിമീറ്റർ, അത് ഈക്വൽ ടു എത്ര പൈക്കോമീറ്റർ, അതാണ് ശരി. അപ്പൊ നമുക്ക് എന്താ എല്ലാം മീറ്ററിന്റെ ബേസിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് 10⁻³ മീറ്റർ ആണ് നമുക്കറിയാം. 1 മീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്? മീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് 100 സെന്റിമീറ്റർ ആണ്. അത് ഈക്വൽ ടു അല്ലേ, 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ നമുക്ക് 10 മില്ലിമീറ്റർ ആണ്. അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 100 × 10 ആയിരിക്കും. 1000 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ നമുക്ക് 1000 മില്ലിമീറ്റർ ആണ്. അപ്പൊ 10⁻³ മീറ്റർ നമുക്ക് എത്രയായിരിക്കും? 10⁻³ മീറ്റർ നമുക്ക് പറഞ്ഞാല് 10⁻³ × 10⁻³ മില്ലിമീറ്റർ എന്ന് വരും. 10⁻⁶ മില്ലിമീറ്റർ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് കൺവേർഷൻ പറഞ്ഞാൽ 1 കിലോമീറ്ററിന് നമ്മൾ ആദ്യം എന്താക്കുന്നു, മീറ്റർ ആക്കും. എന്ന് വെച്ചാൽ 10⁻³ മീറ്റർ. അതിന് നമ്മൾ എന്താക്കുന്നു, സെന്റിമീറ്റർ ആക്കുന്നു. 10⁻³ മീറ്റർ എന്ന് വെച്ചാൽ 10⁻³ × 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? വീണ്ടും ഒരു 10 കൊണ്ട് എന്ത് ചെയ്യാം? അവിടെ ചെയ്തു. 10⁻⁶ മില്ലിമീറ്റർ നമുക്ക് കിട്ടി. ഇനി ആ മില്ലിമീറ്റർ നമുക്ക് എന്താക്കണം? പൈക്കോമീറ്റർ ആക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 10⁻⁻12 മീറ്റർ ആണ് അല്ലേ. 1 മീറ്റർ എന്ന് വെച്ചാല് 10⁻³ മില്ലിമീറ്റർ ആണ്. നമുക്കിവിടെ എത്ര മില്ലിമീറ്റർ ഉണ്ട്? 10⁻⁶ മില്ലിമീറ്റർ ഉണ്ട്. അപ്പൊ മില്ലിമീറ്ററിനെ പൈക്കോമീറ്റർ തമ്മിൽ എന്താ റിലേഷൻ? 1 പൈക്കോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ ഉണ്ട്. അത് ഇൻറ്റു 10⁻³ 10⁻⁻9 മില്ലിമീറ്റർ എന്ന് വരും. അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ പൈക്കോമീറ്റർ ആണ്. അതാണ് ഇവിടെ കിട്ടിയത്. ഓക്കെ, അതാണ് ഈ കൺവേർഷൻ കിട്ടിയത്. നമുക്ക് വേണ്ട എത്ര മില്ലിമീറ്റർ ആണ് പൈക്കോമീറ്റർ ആക്കേണ്ടത്? 10⁻⁶ മില്ലിമീറ്റർ ആണ് പൈക്കോമീറ്റർ. നമുക്ക് 1 മില്ലിമീറ്റർ 10⁻⁹ പൈക്കോമീറ്റർ. അപ്പൊ 10⁻⁶ മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹ × 10⁻⁶ വരും. വെച്ചാൽ 10⁻15 പൈക്കോമീറ്റർ എന്ന് വരും. ഓക്കെ, അതും കൂടെ ഇവിടെ എഴുതാം. അപ്പൊ അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചെയ്യുന്ന 1 മില്ലിഗ്രാമിന് കിലോഗ്രാം. അതിനെ നമ്മൾ നാനോഗ്രാം ആണ്. നമുക്കറിയാം 1 മില്ലിഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാം ആണ്. 1 ഗ്രാം എന്ന് വെച്ചാൽ എത്ര കിലോഗ്രാം ആണ്? 10⁻³ കിലോഗ്രാം ആണ് അല്ലേ. ഈ സാധനം എടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ എന്ത് വരും? 1 മില്ലിഗ്രാം എന്ന് വെച്ചാൽ 10⁻³ -3 × 10⁻³ കിലോഗ്രാം എന്ന് വരും. എന്ന് വെച്ചാൽ 10⁻⁻6 കിലോഗ്രാം എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 1 കിലോഗ്രാമിന് ഗ്രാം ആണ്. രണ്ടാമത് ചെയ്യേണ്ടത് 1 കിലോഗ്രാം എത്ര ഗ്രാം? 1000 ഗ്രാം ആണ്. 1 നാനോഗ്രാം എന്ന് വെച്ചാൽ എന്താണ്? 10⁻⁻9 ഗ്രാം ആണ്. അപ്പൊ 1 ഗ്രാം എന്ന് വെച്ചാൽ എത്ര നാനോഗ്രാം ആണ്? 1 ഗ്രാം എന്ന് വെച്ചാൽ 10⁻⁹ നാനോഗ്രാം ആണ് അല്ലേ. അപ്പൊ അതെടുത്ത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പൊ 1 kg എത്ര നാനോഗ്രാം ആവും? 1 kg ഈക്വൽ ടു 10⁻³ × 10⁻⁹ നാനോഗ്രാം ആണ്. എന്ന് വെച്ചാൽ 10⁻12 നാനോഗ്രാം ആണ്. 1 kg നമുക്ക് 10⁻12 നാനോഗ്രാം ആണ് കിട്ടി. നമുക്ക് ഇവിടെ എത്ര kg? 10⁻⁻6 kg ആണ് വേണ്ടത്. 10⁻⁻6 kg അപ്പൊ എന്താവും? 10⁻⁻6 × 10⁻12 നാനോഗ്രാം വരും.
10⁻⁶ നമ്മുടെ ആൻസർ. അടുത്ത മൂന്നാമത്തെ എന്തായിരുന്നു സബ് ക്വസ്റ്റ്യൻ? ഒരു ml ലിറ്റർ ആക്കണം, dm ക്യൂബ് ആക്കണം. ഒരു ml എത്ര ലിറ്റർ, അതിന് എത്ര dm ക്യൂബ്. അറിയാം, ഒരു ml എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണ്? 10⁻³ ലിറ്റർ ആണ്. അത് കൺവേർഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ലിറ്റർ, കാരണം ഒരു ലിറ്റർ നമുക്ക് 1000 ml ആണ്. ഒരു ml 10⁻³ ലിറ്റർ ആവും. ഒരു ലിറ്ററും dm ക്യൂബ് ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അത് 10⁻³ വരും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തന്നെ. അടുത്ത ക്വസ്റ്റ്യൻ 1.22 22nd ക്വസ്റ്റ്യൻ അടുത്തത്. If the speed of light is 3 × 10⁻⁸ meter per second, calculate distance covered by light in 2 nanosecond. നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് വന്നിട്ടുണ്ട് 3 × 10⁻⁷ meter per second ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം നമുക്ക് തന്നേക്കുന്നത് 2 നാനോസെക്കൻഡ് ആണ്. 2 നാനോസെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം വരും. ഇവിടെ സ്പീഡ് എത്രയാ? 3 × 10⁸ meter per second ആണ്. അതിന്റെ ടൈം നമുക്ക് എത്ര? 2 നാനോസെക്കൻഡ് ആണ്. നാനോസെക്കൻഡിനെ സെക്കൻഡ് ആക്കുമ്പോൾ എന്താ? 10⁻⁻9 വരും. എന്ത് വരും? 6 × 10⁻⁻9 വരും. എന്ന് വെച്ചാല് 0.6 10⁻⁻1 വരും. 0.6 മീറ്റർ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 23rd question. In the reaction A plus B2 gives AB2. Identify the limiting reagents any in the following reactions. ഇപ്പൊ നമുക്ക് A plus B2 നമുക്ക് AB2 തരുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ലിമിറ്റിംഗ്, എല്ലാത്തിനും ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് 300 ആറ്റംസ് എയും 200 മോളിക്യൂൾസ് ബി ഉണ്ട്. 300 ആറ്റംസ് എയും B2 200 മോളിക്യൂൾസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ റിയാക്ഷൻ നോക്കുവാണെങ്കിൽ ഒരു ആറ്റം എ റിയാക്ട്സ് വിത്ത് 1 മോളിക്യൂൾ ഓഫ് B2. അപ്പൊ നമുക്ക് 1 മോളിക്യൂൾ ഓഫ് AB2 ആണ് കിട്ടുന്നത് അല്ലേ. 200 മോളിക്യൂൾ B2 ഉണ്ടെങ്കിൽ എത്ര എ വേണം? ആറ്റംസും 200 ആറ്റംസ് ഓഫ് എ വേണം. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 100 ആറ്റംസ് 200 മോളിക്യൂൾ B2 ആയിട്ട് 100 200 ആണ്. 200 മോളിക്യൂൾ B2 ആയിട്ട് 200 ആറ്റംസ് എ റിയാക്ട് ചെയ്യും. അപ്പൊ ബാക്കി ഇവിടെ എത്ര വരും? 100 ആറ്റംസ് ഓഫ് എ ബാക്കി വരും അല്ലേ. ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ളത് B2 ആണ്. അപ്പം ഫസ്റ്റ് കേസിൽ ലിമിറ്റിംഗ് റിയേജന്റ് B2 ആണ്. ഓക്കെ, ഈ സെക്കൻഡ് കേസിൽ 2 മോൾ എയും 3 മോൾ ബിയും ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ മോൾസിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ഇവിടെ 1 മോൾ എ റിയാക്ട് വിത്ത് എന്താ? 2 മോൾ ബി അല്ലേ. അത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 മോൾ AB2 കിട്ടും. കാരണം ഇവിടെ B2 എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. ഒരു B2 മോളിക്യൂൾ ഉണ്ടാവാൻ 1 മോൾ ഓഫ് B2 മോളിക്യൂൾ ഉണ്ടാവാൻ 2 മോൾസ് ബി വേണം. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ലോജിക്. 1 മോൾ ഓഫ് എ 2 മോൾ ബി ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ടാമത് തന്നേക്കുന്നതാണ് 2 മോൾ എയും 3 മോൾ ബി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 2 മോൾ ബിയുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര എ വേണം? 1 മോൾ എ മതി. 1 മോൾ ബി ആയിട്ട് റിയാക്ട് ചെയ്യാൻ 1/2 മോൾ എ മതി. അപ്പൊ 3 മോൾ ബി ആയിട്ട് ആര് വേണം? 3/2 മോൾ വേണം, എ വേണം അല്ലേ. അപ്പൊ നമുക്കിവിടെ 3 മോൾ ബി ആയിട്ട് റിയാക്ട് ചെയ്യാൻ 3/2 മോൾ എ വരും. അപ്പം 2 മോൾസ് ഓഫ് എയിൽ നിന്ന് 3/2 മോൾ എ റിയാക്ട് ചെയ്താൽ പിന്നെ എത്ര ബാക്കി കാണും? 4 - 3/2 എന്ന് വരും. എന്ന് വെച്ചാൽ 1/2 ഹാഫ് മോൾ എ അവിടെ ബാക്കി കാണും. ഇവിടെയും കുറവുള്ളത് ആരാണ്? ഇവിടെയും ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ളത് ബി ആണ്. കാരണം 2 മോൾ എ റിയാക്ട് ചെയ്യാൻ 4 മോൾ ബി വേണമായിരുന്നു.
ഇവിടെ 3 മോൾ ബി എ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസിൽ 100 ആറ്റംസ് ഓഫ് എയും 100 മോളിക്യൂൾസ് ഓഫ് ബിയും അല്ലേ. 100 ആറ്റംസ് ഓഫ് എയും 100 മോളിക്യൂൾസ് ഓഫ് ബി ആണ് മൂന്നാമത്തത്. അപ്പം നമുക്കറിയാം ഒരു ആറ്റമായിട്ട് ഒരു മോളിക്യൂൾ ബി മതി നമ്മുടെ റിയാക്ഷൻ പ്രകാരം. അപ്പൊ ഇവിടെ 100 ആറ്റംസ് ഓഫ് എ ആണെങ്കിൽ 100 മോളിക്യൂൾസ് ഓഫ് ബി2 വേണം. അപ്പൊ 100 മോളിക്യൂൾസ് ബി2 ഉണ്ടെങ്കിൽ 100 ആറ്റംസ് ഉള്ളത് അവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഇല്ല, അത് ഫുള്ള് റിയാക്ട് ചെയ്ത് എ ബി2 ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ 5 മോൾ എയും 2.5 മോൾസ് ഓഫ് ബിയും ആണുള്ളത്. 5 മോൾ എ പ്ലസ് 2.5 മോൾസ് ഓഫ് ബി ആണ്. ക്വസ്റ്റ്യനില് എല്ലായിടത്തും നമുക്ക് ബി2 ആണ് അവർ തന്നേക്കുന്നത്. ബി എടുത്ത് ചെയ്താലും തെറ്റും. ഓക്കെ, 2.5 മോളിക്യൂൾസ് ബി2 ആണ്. അപ്പൊ നമുക്ക് എ പ്ലസ് ബി2 ഗീവ്സ് എ ബി2 ആണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഒരു മോൾ എ ഒരു മോൾ ബി2 ആയിട്ട് റിയാക്ട് ചെയ്ത് എ ബി2 ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മോൾ എ 5 മോൾ എ ഉണ്ട്, ഇവിടെ 2.5 മോൾ ബി ഉണ്ട്. നമുക്കറിയാം 5 മോൾ എ ആയിട്ട് റിയാക്ട് ചെയ്യാൻ 5 മോൾ ബി2 തന്നെ വേണം. പക്ഷെ ഇവിടെ 5 മോൾ എ ആയിട്ട് റിയാക്ട് ചെയ്യാൻ 2.5 മോൾസ് ഉള്ളൂ. അപ്പൊ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഉള്ളത് ബി2 ആണ്. പിന്നെ അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യനിൽ 2.5 മോൾ എയും 5 മോൾ ബി2 നേരെ തിരിച്ചിട്ടു. ഇവിടെയും സെയിം റേഷൻ, നമുക്ക് 5 മോളായിട്ട് റിയാക്ട് ചെയ്യാൻ 5 മോൾ തന്നെ വേണം. പക്ഷെ എ ആണ് അവിടെ 2.5 മോളേ ഉള്ളൂ. അവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ളത് എ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, dinitrogen and dihydrogen react with each other to produce ammonia. N2H2 react ചെയ്ത് 2NH3 ഉണ്ടാവും. N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. Calculate the mass of ammonia produced if 2 into 10 raised to 3 gram dinitrogen reacts with 1 into 10 raised to 3 gram of dihydrogen. നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്താണ് 2 മോൾ NH3 ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ തന്നേക്കുന്നത് ഡൈനൈട്രജൻ 2 into 10 raised to 3 gram തന്നു. ഹൈഡ്രജൻ തന്നേക്കുന്നത് 1 into 10 raised to 3 gram. അപ്പൊ എത്ര അമോണിയ ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കാം. 2 into 10 raised to 3 by 14. ഇത്രയും മോൾസ് ഉണ്ട്. 1.42 അത് ഇൻറ്റു 10 raised to 2 മോൾ ഉണ്ട്. ഇത് എത്ര മോൾ ഉണ്ട്? 10 raised to 3 gram ബൈ നമുക്ക് ഹൈഡ്രജൻ മാസ് എത്ര 1 gram. ഇവിടെ 10 raised to 3 മോളും ഉണ്ട്. H2 എലമെന്റ് 2 ആണ്. സോറി, 0.5 0.5 into 10 raised to 3 ഉണ്ട്, അല്ലെങ്കിൽ 5 into 10 raised to 2 മോളുണ്ട്. നമുക്കറിയാം 1 മോൾ N2ന് 3 മോൾ H2 വേണം. അപ്പൊ 1.42ന് എത്ര വേണം? 1.42 10 raised to 2 N2ന് എത്ര വേണം? 3 into 5 into 10 raised to 2 മോള് വേണം. എന്നുവെച്ചാൽ 15 into 10 raised to 2 മോള് വേണം. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ 5 into 10 raised to 2 3 into 1.42 into 10 raised to 2. എന്നുവെച്ചാൽ 4.26 into 10 raised to 2 മോള്. ഇത്രയും മോള് മതി. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 5 into 10 raised to 2 മോൾ ഉണ്ട്. ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ളത് ആരാണ്? നൈട്രജൻ ആണ്. കാരണം 1.42 റിയാക്ട് ചെയ്യാൻ നമുക്ക് 4.26 മതി. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ അതിലധികം ഉണ്ട്. ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് നൈട്രജൻ. ഇപ്പൊ നമുക്കറിയാം 1 മോൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 മോൾ NH3 കിട്ടും. ഇവിടെ 1.42 2 മോൾ NH3 കിട്ടും. 1.42 into 10 raised to 2 നൈട്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? അതിന്റെ ഇരട്ടി കിട്ടും. 2 into 1.42 into 10 raised to 2 NH3 കിട്ടും. എന്നുവെച്ചാല്
2.84 into 10 raised to NH3 3 moles of NH3 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ചോദിച്ചേക്കുന്നത് കാൽക്കുലേറ്റ് മാസ് ഓഫ് അമോണിയ ചോദിച്ചേക്കുന്നത്. അപ്പം 2.84 into 10 raised to 284 moles. ഒരു മോളിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 17 ഗ്രാം. അത് 284 എന്ന് പറഞ്ഞാൽ 284 into 17 വരും. എന്ന് വെച്ചാല് 4828 grams of NH3 കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, will any of the reactants remain unreacted? ഏതെങ്കിലും റിയാക്ടന്റ് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുമെന്ന് ചോദിച്ചു. യെസ്, കിടക്കും. നമുക്കറിയാം 500 moles ഓഫ് ഹൈഡ്രജൻ നമുക്കുണ്ട്, പക്ഷേ 426 മോൾസേ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ 426 പോയി, ബാക്കി 74 moles ഓഫ് H2 അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കും. 74 moles of 500 minus 426 moles of H2 unreacted ആണ്. എന്ന് വെച്ചാൽ 74 moles. 24 moles of H2 എന്ന് വെച്ചാൽ 74 into 2, 148 gram of H2 unreacted ആയിട്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, how are 0.5 mole Na2CO3 and 0.5 molar Na2CO3 different? 0.5 mole Na2CO3 എന്ന് വെച്ചാൽ എന്താ? 0.5 mole Na2CO3 അത് ജസ്റ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പറയുന്നതാണ്. എന്ന് വെച്ചാൽ എത്ര നമുക്കറിയാം, മോളാർ മാസ് Na2CO3 മോളാർ മാസ് എന്ന് പറയുന്നത് 106 ആണ്. 0.5 മോൾ എന്ന് പറയുന്നത് എത്ര 106/2 grams ഉണ്ട്. എന്ന് വെച്ചാൽ 53 grams of Na2CO3 ആണ് 0.5 mole Na2CO3 എന്ന് പറയുന്നത്. ഇനി 0.5 molar Na2CO3 എന്ന് പറഞ്ഞാൽ എന്താ എന്ന് വെച്ചാൽ 0.5 moles of Na2CO3 in 1 liter solution. എന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 53 grams Na2CO3 കലക്കുമ്പോൾ കിട്ടുന്നതാണ് 0.5 molar Na2CO3. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മോളാർ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം, മോൾസ് എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 26. If 10 volumes of dihydrogen react with 5 volumes of dioxygen, how many volumes of water will be produced? അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്യും. O2 gives H2O. ഒരു മോൾ H2O ആയിട്ട് അര മോൾ O2 റിയാക്ട് ചെയ്തു, ഒരു മോൾ H2O ഉണ്ടാവും. അതാണ് റിയാക്ഷൻ. അപ്പൊ നമുക്ക് 10 വോളിയം ഓഫ് ഡൈഹൈഡ്രജൻ. വോളിയംസ് പറയുകയാണെങ്കിൽ ഒരു വോളിയം H2, അര വോളിയം O2 ആയിട്ട് റിയാക്ട് ചെയ്തു, ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി 2 H2 ഒരു O2 ആയിട്ട് റിയാക്ട് ചെയ്ത് 2 H2 അത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര തന്നിരിക്കുന്നു? 10 വോളിയം H2 വന്നിട്ടുണ്ട്, 5 വോളിയം ഡൈ ഓക്സിജൻ തന്നിട്ടുണ്ട്. അപ്പൊ എത്ര വോളിയംസ് വാട്ടർ ഉണ്ടാവുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം കറക്റ്റ് ഫ്രാക്ഷൻ ആണ് പാലിക്കുന്നത്. ഒരു മോളിന് 2 മോൾ H2 ആണ്, ഒരു വോളിയത്തിന് 2 വോളിയം H2 ആണ് വരുന്നത്. അപ്പൊ 5 വോളിയത്തിന് 10 വോളിയം, 5 വോളിയം ഓക്സിജന് 10 വോളിയം ഹൈഡ്രജൻ വേണം. അപ്പൊ 10 വോളിയം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 10 വോളിയം വാട്ടർ തന്നെ നമുക്ക് കിട്ടും. അതാണ് അതിന്റെ ഒരു ലോജിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27. കൺവേർട്ട് ദി ഫോളോയിങ് ഇൻടു ബേസിക് യൂണിറ്റ്സ്. ബേസിക് യൂണിറ്റ് ആക്കി മാറ്റാനാണ് ചോദ്യം. അത് നമുക്ക് തന്നിരിക്കുന്നത് പൈക്കോമീറ്റർ ആണ്. അതുകൊണ്ട് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റേഴ്സ് ആണ്. നമുക്കറിയാം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ. അപ്പൊ അത് ഇവിടെ ഇട്ട് കൊടുക്കാം, മീറ്റർ. ഓക്കെ, ഇത്രയുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് നോക്കാം. 15.15 പൈക്കോമീറ്റർ. അതിനെ നമ്മൾ മീറ്റർ ആക്കുന്നു. പൈക്കോമീറ്ററിനെ മീറ്റർ ആക്കാൻ 10⁻⁻12 മീറ്റർ. ആണെങ്കിൽ അതിന് ഒരു ഡെസിമൽ മാറ്റി 2 എഴുതാം. അപ്പൊ നമുക്ക് 2.87 into 10⁻⁻7 മീറ്റർ വരും. ഇത് 1.515 into 10⁻⁻7 മീറ്റർ വരും. ഇതിന് നമുക്ക് മില്ലിഗ്രാമിന് നമുക്ക് കിലോഗ്രാം ആണ്. മാസിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണല്ലോ. നമുക്കറിയാം ഒരു മില്ലിഗ്രാം എന്ന് വെച്ചാൽ 10⁻³ ഗ്രാം ആണ് അല്ലേ. 1 ഗ്രാം എന്ന് വെച്ചാൽ 10⁻³ കിലോഗ്രാം ആണ്. അപ്പൊ അത് ഇങ്ങോട്ട് കൊടുത്താൽ നമുക്ക് 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻6 കിലോഗ്രാം ആണ്.
ഇത് 25365 മില്ലിഗ്രാമിന് നമുക്ക് കിലോഗ്രാം ആക്കാൻ 10⁻6 ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാല് 2.5365 എത്ര ഡെസിമൽ നമ്മൾ മാറ്റി? 4. അപ്പം 10⁻2 kg. ഓക്കെ, ഇത്രയോ. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following will have the largest number of atoms? നമുക്കറിയാം നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ? ഇവിടെ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ വെച്ചാൽ എന്താ? ഗിവൺ മാസ് ബൈ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ആണ് അല്ലേ? അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ എല്ലാത്തിന്റെയും ഗിവൺ മാസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. എല്ലാത്തിനും 1 gram ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇവിടെ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അറ്റോമിക് മാസിനെ അല്ലെങ്കിൽ മോളിക്കുലർ മാസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കുറയും അല്ലേ? അറ്റോമിക് മാസ് മോളിക്കുലർ മാസ് ഓരോന്നിന്റെ എത്രയാണെന്ന് അറിയാം. ഗോൾഡിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 197, സോഡിയത്തിൻ്റെത് 23 ആണ്, ലിഥിയത്തിൻ്റെത് നമുക്ക് 7 ആണ്, ക്ലോറിൻ്റെത് 71 ആണ്, 35.5. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഉള്ളതിനായിരിക്കും ഏറ്റവും കുറച്ച് നമ്പർ ഓഫ് മോൾസ് ഉള്ളത്. അപ്പം ഏറ്റവും കുറച്ച് അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഉള്ളതിന് മാക്സിമം നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും. അപ്പൊ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ളത് ഏതിനാണ്? ലിഥിയത്തിനാണ്. 7 gram ആണ് അതിന്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് എത്തനോൾ ഇൻ വാട്ടർ ടു വിച്ച് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തനോൾ ഈസ് 0.04. നമുക്ക് എത്തനോളും വാട്ടറും കൂടെ മിക്സ് ചെയ്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ നമുക്ക് എത്തനോൾ മോൾ ഫ്രാക്ഷൻ ടൈപ്പ് ഇ നടത്തുക. അത് 0.04 അല്ലേ? ഓക്കെ, ഇപ്പൊ മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ ബൈ number of moles of ethanol plus number of moles of water. നമ്മൾ 1 ലിറ്റർ സൊല്യൂഷൻ ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത്. 1 ലിറ്റർ സൊല്യൂഷൻ 0.04 ആയതുകൊണ്ട് 1 ലിറ്റർ സൊല്യൂഷൻ നമ്മൾ 1 ലിറ്റർ വാട്ടർ നിങ്ങൾ അസ്യൂം ചെയ്യുന്നു. 1 ലിറ്റർ വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1000 ml ആണ്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് 1000 ml എന്ന് പറഞ്ഞാൽ 1000 gram ആണ്. 1000 gram എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ആയിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000/18 എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് 55.55 ഇത്രയും മോൾസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക 0.04 into NE/NE plus 55.55 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് NE സോൾവ് ചെയ്തെടുക്കാം. 0.04 NE plus 0.04 into 55.55 equals NE എന്ന് വരും. ഇവിടെ നിന്ന് NE നമുക്ക് സോൾവ് ചെയ്തിട്ട് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തനോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2.222 മോൾ എന്ന് കിട്ടും. ഓക്കെ, സോൾവ് നമുക്ക് 2.314 ആണ് കിട്ടും. 2.314. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷൻ 1 ലിറ്റർ എന്ന് എടുത്തു അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ മൊളാരിറ്റി എന്ത് തന്നെ വരും? മൊളാരിറ്റി എന്ന് പറയുന്നത് NE/V എന്ന് വരും. സോറി 2.314/V. V എന്ന് പറയുന്നത് 1, 2.314. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. വാട്ട് വിൽ ബി ദി മാസ് ഓഫ് 1 carbon to atom in gram? ഒരു കാർബൺ ആറ്റത്തിന്റെ ഗ്രാമിലുള്ള വെയിറ്റ് എന്താണെന്ന് ചോദിച്ചു.
കാർബൺ 12 ആറ്റം ഉണ്ട്. നമുക്കറിയാം ഒരു കാർബൺ 12ന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 12U ആണ് അല്ലേ? നമുക്കറിയാം ഒരു മോൾ കാർബൺ 12ന്റെ മാസ് എന്ന് വെച്ചാൽ 12 ഗ്രാം അല്ലേ? ഇതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? ഇതിനകത്ത് നമുക്ക് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാർബണിന്റെ മാറ്റം കിട്ടണമെങ്കിൽ എന്താ, നമ്മൾ ടോട്ടലിനെ അവഗാഡ്രോ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ആയിരിക്കും 12/6.022 into 10⁻23 ഇത്രയും ഗ്രാംസ് ആയിരിക്കും. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് 1.993 into 10⁻23. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 31st question. How many significant figures should be present in the answer to the following calculation? ഇപ്പോൾ ഓരോ കാൽക്കുലേഷനിൽ നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ആദ്യത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് തന്നേക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡെസിമൽസ് ഉണ്ട്. അപ്പൊ ഡെസിമൽസ് ഉള്ളപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള വാല്യൂ ഏതാണോ അല്ലെങ്കിൽ ലീസ്റ്റ് പ്രിസൈസ് വാല്യൂ ഏതാണോ അതിനകത്തായിരിക്കും അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ ആൻസറിൽ എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യത്തെ വാല്യൂവിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ 3 എണ്ണം ഉള്ള 0.112 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ അതായിരിക്കും നമ്മൾ ഇത്രയും നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും നമ്മുടെ ആൻസറിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വേണം? 3 എണ്ണം ഉണ്ട്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 5 into 5.364 അതിനകത്ത് ലീസ്റ്റ് പ്രിസൈസ് വാല്യൂ എന്ന് പറയുന്നത് 5.364 ആണ്. കാരണം 5 എന്ന് പറയുന്നത് നോൺ വാല്യൂ ആണ്, അതിന് എറർ ഇല്ല. പക്ഷെ 5.364 എറർ വരാം. അപ്പൊ അതാണ് ഇവിടുത്തെ ലീസ്റ്റ് പ്രിസൈസ് വാല്യൂ. അതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇത് ചെയ്തെടുക്കുമ്പോൾ ആൻസറിലും 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ഇത് അഡീഷൻ ആണ്. 0.0125 0.7864 0.0215. എല്ലാ ടേമിലും നമുക്ക് 4 പ്ലേസ് കഴിഞ്ഞാണ് ഡെസിമൽ പോയിന്റ് വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ആ 4 നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് എടുക്കും. 4 ആൻസറിൽ നമുക്ക് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വേണം ആഡ് ചെയ്യും. അടുത്ത ആൻസർ ക്വസ്റ്റ്യൻ 32. നമുക്ക് ഐസോടോപ്സ് തന്നിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ആവറേജ് അറ്റോമിക് മാസ് എത്രയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 32nd ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നമ്മൾ ചെയ്യുക? ഓരോന്നിന്റെ അബണ്ടൻസ് ഇൻറ്റു അതിന്റെ ഐസോടോപിക് മോളാർ മാസ് ആഡ് ചെയ്ത് ടോട്ടൽ സം എടുക്കാം. അത് ബൈ 3 ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ ആയി. അവിടുന്ന് ആദ്യത്തെ ആവറേജ് മോളാർ മാസ് എന്ന് പറയുന്നത് എന്താ? 35.96755 അതിൻ്റെ 0.337/100 അത് പ്ലസ് 37.96272 into 0.063/100 അത് പ്ലസ് 39.9624 into 99.6/100 the whole divided by 3. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 39.947. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഓരോന്നിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഇത് ക്വസ്റ്റ്യൻ നമ്പർ 33. ഫസ്റ്റ് വന്നിരിക്കുന്നത് 52 മോൾസ് ഓഫ് ആർഗൺ. ഇതാണ് നമുക്കറിയാം ഓരോന്നിലും എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 52 മോൾ. ഒരു മോളിൽ ഇപ്പൊ എത്ര അറിയാം? നമുക്കറിയാം ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഇപ്പൊ 52 മോളിൽ എത്ര ആറ്റംസ് കാണും? 52 into അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് കാണും. ഓക്കെ, ഈ സെക്കൻഡിൽ എത്ര കാണും? സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്രയാണ്? 52 U ഓഫ് ഹീലിയം.
നിങ്ങൾക്കറിയാം ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. അപ്പം നമ്മൾ ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് കൊടുക്കുകയാണെങ്കിൽ 52/4 വരും എന്ന് വെച്ചാൽ 30 മോൾസ് ഉണ്ട് നമുക്ക്. നമുക്കറിയാം ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റം. അപ്പൊ 13 മോൾസിൽ എത്ര ആറ്റംസ് കാണും? 13 into അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. മൂന്നാമത്തെ 52 gram ഓഫ് ഹീലിയം. സോ നമുക്കിവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചാൽ കൂടെ 52U ആണ് നമുക്ക്. 52Uല് എത്ര മോൾസ് ഉണ്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം ഒരു മോളില് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഇല്ലേ. അപ്പൊ ഒരു ആറ്റത്തിൽ എത്ര, ഒരു ആറ്റം എന്ന് പറഞ്ഞപ്പോ എന്താ 1 അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഇട്ട് എഴുതാലോ. ഇത്രയും നമ്പർ ഓഫ് മോൾസ് ആണ് ഒരാറ്റം എന്ന് പറഞ്ഞത്. നമുക്ക് 52U എത്ര ആറ്റം ഉണ്ട്? 52U ഹീലിയം എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ഉണ്ട്? 52/4 നമ്പർ ഓഫ് ഹീലിയം ആറ്റംസ് എന്ന് വെച്ചാൽ 13 ആറ്റംസ്. 13 ആറ്റംസ് എന്ന് വെച്ചാൽ എത്ര മോൾസ് ആണ്? 13/n നമ്പർ ഓഫ് മോൾസ്. ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 13/n നമ്പർ ഉണ്ട് ഇത്രയും ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് വെച്ചാൽ 13 ആറ്റംസ് തന്നെ വരാം. ഈ മൂന്നില് 52 ഗ്രാം ഹീലിയം. 52 ഗ്രാം എന്ന് പറയുമ്പോൾ 52/4 എന്ന് വെച്ചാൽ 13 മോൾ ഉണ്ട്. 13 മോൾ എന്ന് പറഞ്ഞാൽ 13 അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. എല്ലാ അവഗാഡ്രോ നമ്പർ ഓഫ് ടേംസിൽ എഴുതാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 13 ആറ്റം എഴുതാൻ വേണ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 34th ക്വസ്റ്റ്യൻ. A welding fuel gas contains carbon and അതുപോലെ ഫ്യൂൽ ഗ്യാസ്, വെൽഡിംഗ് ഫ്യൂൽ ഗ്യാസിൽ കാർബണും ഹൈഡ്രജനും ഉണ്ട്. അത് അതിന്റെ ഒരു ചെറിയ സാമ്പിൾ നമ്മൾ കമ്പഷൻ നടത്തിയപ്പോൾ നമുക്ക് 3.38 ഗ്രാം കാർബൺ ഡയോക്സൈഡും 0.690 വാട്ടറും കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര കാർബൺ ഡയോക്സൈഡ് നമുക്ക് കിട്ടിയത്? 3.38 ഗ്രാം. വാട്ടർ കിട്ടിയത് 0.690. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഒരു മോൾ CO2 എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു മോൾ CO2 എന്ന് പറഞ്ഞാല് 44 ഗ്രാം ആണ് അല്ലേ. എന്ന് വെച്ചാല് 44 ഗ്രാം CO2 നമുക്ക് എത്ര കാർബൺ ഉണ്ട്? 12 ഗ്രാം കാർബൺ ഉണ്ട്. 1 ഗ്രാം CO2 നമുക്ക് എത്ര കാർബൺ കാണും? 12/44 ഗ്രാംസ് ഓഫ് കാർബൺ കാണും. നമുക്കിവിടെ എത്ര CO2 ഉണ്ടായെന്നാണ് പറയുന്നത്? 3.38 ഗ്രാം CO2 ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ 3.38 ഗ്രാം CO2 നമുക്ക് എത്ര ഗ്രാം കാർബൺ കാണും? 3.38 into 12/44 ഗ്രാം കാർബൺ കാണും. എന്നുവെച്ചാൽ എത്രയാ? 0.9218 ഗ്രാം എന്ന് കിട്ടും. ഇത്രയും ഗ്രാം ഓഫ് കാർബൺ നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ നമ്മൾ വാട്ടറിൽ നിന്ന് എത്ര ഹൈഡ്രജനകത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. വെച്ചാൽ ഒരു മോൾ H2O എത്രയാണ്? എന്നുവെച്ചാൽ 18 ഗ്രാം. എന്നുവെച്ചാൽ 18 ഗ്രാം H2O നമുക്ക് 2 ഗ്രാം ഹൈഡ്രജൻ ആണ് ഉള്ളത്. അപ്പൊ 1 ഗ്രാം H2O നമുക്ക് 2/18 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ഗ്രാം വാട്ടർ ഉണ്ടായത്? 0.69 ഗ്രാം ആണ് ഉള്ളത്. അപ്പൊ 0.69 ഗ്രാം വാട്ടറിൽ നമുക്ക് 0.69 into 2/18 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഉണ്ടാവും. എന്ന് വെച്ചാല് 0.0767 ഗ്രാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ കോമ്പൗണ്ടിലുള്ള കാർബണിന്റെയും ഹൈഡ്രജന്റെയും മാസ് കിട്ടി. അപ്പൊ ആ കോമ്പൗണ്ടിൽ കാർബൺ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ
എടുത്തേക്കുന്ന കോമ്പൗണ്ട് സാമ്പിളിൽ മൊത്തം വെയിറ്റ് ഒക്കെ എന്തായിരിക്കും, ടോട്ടൽ മാസ് എന്തായിരിക്കും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 0.9218 പ്ലസ് 0.0767 എന്ന് വെച്ചാൽ അതിന്റെ ടോട്ടൽ മാസ് 0.9984 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആ കോമ്പൗണ്ടിലുള്ള പെർസെന്റേജ് ഓഫ് കാർബണും പെർസെന്റേജ് ഓഫ് ഹൈഡ്രജനും എടുക്കും. പെർസെന്റേജ് ഓഫ് കാർബൺ എത്രയാ, കാർബണിന്റെ എത്ര കിട്ടിയത് 0.9218 ഗ്രാം കിട്ടി. 0.9218 ഗ്രാം. അതിന്റെ ടോട്ടൽ മാസ് എത്രയാ 0.9984. അത് ഇൻറ്റു 100 കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ പെർസെന്റേജ് കിട്ടി. ഹൈഡ്രജന്റെ ഇതേപോലെ 0.0767 by 0.9984 അത് ഇൻറ്റു 100. പെർസെന്റേജ് കമ്പോസിഷൻ കിട്ടുമ്പോൾ നമുക്ക് എത്രയായി, നമുക്ക് 7.68 എന്ന് കിട്ടും. നമുക്ക് നമുക്ക് 92.32 എന്ന് കിട്ടും. ഇത് 7.68% കിട്ടും. അപ്പൊ നമുക്ക് സാധാരണ പെർസെന്റേജ് എംപിരിക്കൽ ഫോർമുല ഉണ്ടെങ്കിൽ ഈ പെർസെന്റേജ് കോമ്പോസിഷൻ ആണ് തരുന്നത്. അപ്പൊ പെർസെന്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും കഷ്ടം. ഓക്കെ, ബാക്കി എല്ലാ സ്റ്റെപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കാർബൺ ഹൈഡ്രജൻ എല്ലാത്തിന്റെയും പെർസെന്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. ഇത് 92.32, ഇത് 7.68. പിന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ആണെങ്കിൽ 92.32/12, ഇത് 7.68/1. ഇത് 7.69 ആവും, ഇത് 7.69. അതിനെല്ലാം നമ്മൾ ലോസ്റ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 1 കിട്ടും, ഇത് 1 കിട്ടും. രണ്ടിനെയും 7.69 വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് എംപിരിക്കൽ ഫോർമുല ഇപ്പൊ എന്ത് കിട്ടി, C1H1 എന്ന് കിട്ടി. പിന്നെ നമ്മുടെ മോളാർ മാസ് ഇങ്ങനെ കണ്ടുപിടിച്ചു. കാരണം നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടും. അപ്പൊ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക, മോളാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു അടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 10 ലിറ്റർ ഈ ഗ്യാസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 11.6 ഗ്രാം തന്നിട്ടുണ്ട് അല്ലേ. 10 ലിറ്റർ വെയിറ്റ് 11.6 ഗ്രാം ആണ്. നമുക്കറിയാം ഒരു മോൾ എന്ന് വെച്ചാൽ എത്ര ലിറ്റർ ആണ്, 22.4 ലിറ്റർ ആണ് അല്ലേ. 22.4 ലിറ്ററിന്റെ മാസ് എന്ത് വരും, 7.6/10 into 22.4 എന്ന് വരും. എന്ന് വെച്ചാൽ ഇതെന്ത് വരും, 26 ഗ്രാം എന്ന് കിട്ടും ഏകദേശം. മോളാർ മാസ് നമുക്ക് 26 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ മോളാർ മാസ് അറിയാം, എംപിരിക്കൽ ഫോർമുല അറിയാം. ഇപ്പൊ മോളിക്കുലർ ഫോർമുല എന്ത് വരും, മോളിക്കുലർ ഫോർമുല കിട്ടാൻ വേണ്ടി നമുക്ക് N വേണം. Nന്റെ മാസ് വാല്യൂ എന്ത് വരും, Nന്റെ വാല്യൂ നമുക്ക് മോളാർ മാസ് ബൈ എംപിരിക്കൽ മാസ് വരും. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എത്ര, 26 ഗ്രാം. എംപിരിക്കൽ മാസ് എന്ന് വെച്ചാൽ 12 + 1 എന്ന് വെച്ചാൽ 26/13 2. ആ N കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യാം. അപ്പൊ നമ്മുടെ മോളിക്കുലർ ഫോർമുല എന്ത് വരും, CH/2 എന്ന് വെച്ചാൽ C2H2. ഇതാണ് നമ്മുടെ മോളിക്കുലർ ഫോർമുല, ഇതാണ് നമ്മുടെ ഗ്യാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Calcium carbonate reacts with aqueous HCl to give CaCl2 and CO2 according to the reaction. അപ്പം കാൽഷ്യം കാർബണേറ്റ് HCl റിയാക്ട് ചെയ്ത് CaCl2 CO2 വാട്ടറും തന്നു. What mass of CaCO3 is required to react completely with 25 ml of 0.75 molar HCl? ഇപ്പൊ 25 ml 0.75 molar HCl ആയിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര CaCO3 വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ 25 ml 0.75 molar HCl എത്രയാണ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം അല്ലേ, വോളിയം ഇൻ ലിറ്റേഴ്സ്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ത് വരും, മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ചെയ്യാം. മൊളാരിറ്റി നമുക്ക് എത്ര തന്നിരിക്കുന്നത് 0.75, അതിന് നമുക്ക് 3/4 എന്ന് എഴുതാം. വോളിയം നമുക്ക് തന്നിരിക്കുന്നത് 25 ml ആണ്. 25 × 10⁻³ എന്ന് എഴുതാം. ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഉണ്ട്. ഇത് 75/4 10⁻³ മോൾസ് ഉണ്ട്. നമ്മള് ഈ ഫോർമുല നോക്കുവാണെങ്കിൽ 2 മോൾ HCl ആയിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്ക് 1 മോൾ CaCO3 മതി അല്ലേ. അപ്പൊ 1 മോൾ HCl ആയിട്ട് റിയാക്ട് ചെയ്യാൻ നമുക്ക് എത്ര CaCO3 വേണം, 1/2 മോൾ CaCO3 മതി അല്ലേ. അപ്പം 1 മോൾ HCl നമുക്ക് 1/2 മോൾ CaCO3 മതി. അപ്പൊ നമുക്ക് എത്ര മോൾസ് ഓഫ് HCl ഉണ്ട്, 75/4 10⁻³ മോൾസ് ഉണ്ട് അല്ലേ.
അപ്പൊ അതിന് എത്ര HCl വേണം? 75/4 into 1/2 3 moles into 10⁻³ moles of CaCO3 ആണ്. എന്നുവെച്ചാൽ 75/8 moles 3 moles CaCO3 ആണ്. കാൽഷ്യം കാർബണേറ്റിന്റെ മാസ് എന്ന് പറയുന്നത് 100 ആണ്, മോളാർ മാസ് ഇല്ലേ? അപ്പൊ ഇത്രയും മോൾസ് നമുക്ക് ഗ്രാമിലാക്കണമെങ്കിൽ എമൗണ്ട് എത്രയാ വേണ്ടത്? 75/8 into 10⁻³ into 100 എന്ന് വരും. കാരണം CaCO3യുടെ മോളാർ മാസ് 100 ആണ്. ഇത്രയും ഗ്രാംസ് നമുക്ക് വേണ്ടത്. ഇതെന്ത് വരും? നമുക്ക് 0.9375 ഗ്രാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. 36th question. Chlorine is prepared in the laboratory by treating manganese oxide with aqueous HCl according to the reaction. HCl നെ മാംഗനീസ് ഓക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോറിൻ കിട്ടും. അതിൽ ക്ലോറിൻ പ്രിപ്പറേഷൻ മെത്തേഡ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഗ്രാംസ് ഓഫ് HCl റിയാക്ട് വിത്ത് 5 gram of manganese dioxide? ഇവിടെ 5 gram മാംഗനീസ് ഡയോക്സൈഡ് ആയിട്ട് എത്ര ഗ്രാം HCl റിയാക്ട് ചെയ്യുന്നതാണ് ചോദിച്ചേക്കുന്നത്. നമുക്കിവിടെ തന്നേക്കുന്നത് 4 moles ഓഫ് HCl, 1 mol MnO2 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ? ഇത് തിരിച്ചെഴുതാണെങ്കിൽ 1 MnO2 4 HCl ആയിട്ട് റിയാക്ട് ചെയ്യും. നമുക്കിവിടെ 5 gram ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് എത്ര മോൾസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അതിനുവേണ്ടി നമ്മൾ മാംഗനീസ് ഡയോക്സൈഡിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കും. ഓക്കെ, മാംഗനീസ് MnO2ന്റെ മോളാർ മാസ് കണ്ടുപിടിക്കും. മാംഗനീസിന്റെ മോളാർ മാസ് പറയുന്നത് 55 ആണ്. അത് പ്ലസ് 2 into 16 വരും. എന്ന് വെച്ചാൽ 55 plus 32 വരും. മാംഗനീസ് ഡയോക്സൈഡിന്റെ മോളാർ മാസ് പറയുന്നത് 87 gram ആണ്. നമുക്കിവിടെ എത്ര ഗ്രാം മാംഗനീസ് ഡയോക്സൈഡ് തന്നിരിക്കുന്നത്? 5 gram ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് MnO2 എത്രയാണ്? 5/87 ആണ്. ഇത്രയും മോൾസ് ഓഫ് MnO2 ഉണ്ട്. നമുക്കറിയാം 1 MnO2 4 HCl ആയിട്ട് റിയാക്ട് ചെയ്യും. 5/87 മോൾസ് ഓഫ് MnO2 എത്ര HCl ആയിട്ട് റിയാക്ട് ചെയ്യും? 4 into 5/87 മോൾസ് ഓഫ് HCl ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും മോൾസ് ഓഫ് HCl നമുക്കുണ്ട്. ഈ എമൗണ്ട് നമുക്ക് എത്ര ഗ്രാം ആണ് ആദ്യം കണ്ടത്? 20/87 മോൾ HCl നമുക്കുണ്ട്. ഈ HClന്റെ മോളാർ മാസ് ആദ്യം കണ്ടുപിടിക്കാം. HClന്റെ മോളാർ മാസ് എത്രയാ? 1 plus 35.5 ആണ്. എന്ന് വെച്ചാൽ 36.5. അപ്പം ഈ നമ്പർ ഓഫ് മോൾസിനെ ഗ്രാം ആക്കാൻ വേണ്ടി നമ്മൾ മോളാർ മാസ് വെച്ച് ഇൻറ്റു ചെയ്യാം. 20/87 into 36.5 എന്ന് വരും. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ 730/87 നമുക്ക് 8.39 എന്ന് വരും. അപ്രോക്സിമേറ്റ് ചെയ്ത് 8.4 ഗ്രാം എന്ന് എടുക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തായിരുന്നു. ഇവിടെ നമ്മൾ സെഷൻ എടുത്താണ്. താങ്ക് യു.